നമസ്കാരം. ഇറാൻ എന്ന രാജ്യം കത്തിയമർന്നു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം തീരുന്നതേയില്ല. അമേരിക്കയും ഇറാനും തമ്മിൽ യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ചുള്ള സമാധാന ചർച്ചകൾ സ്വിറ്റ്സർലൻഡിൽ ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ ആ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള വാക്പോര് മുറുകുകയാണ്. ഇപ്പോൾ ലെബനനിലെ തങ്ങളുടെ പ്രോക്സി ഗ്രൂപ്പുകളെ ഇറാൻ ഉടനടി നിയന്ത്രിച്ചില്ല എങ്കിൽ കഴിഞ്ഞ ആഴ്ചത്തേക്കാൾ ശക്തമായുള്ള സൈനികാക്രമണം നേരിടേണ്ടി വരുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. എന്നാൽ തങ്ങളുടെ സൈന്യം ഏതു തരത്തിലുള്ള തിരിച്ചടിക്കും സജ്ജമാണ് എന്നും അമേരിക്ക വാക്കുകളിൽ സൂക്ഷ്മത പുലർത്തണമെന്നും ഇറാൻ വളരെ കൃത്യമായിട്ടുള്ള മറുപടി ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായിട്ടുള്ള ട്രൂത്ത് സോഷ്യൽ വഴിയാണ് ട്രംപ് കടുത്ത ഭാഷയിൽ ഭീഷണി മുഴക്കിയത്. ലെബനനിൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്ന, തങ്ങൾ വൻതോതിൽ പണം നൽകി വളർത്തുന്ന നിഴൽ ഗ്രൂപ്പുകളെ ഇറാൻ ഉടനടി തടയണം. അവർ അത് ചെയ്തില്ല എങ്കിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചെയ്തതുപോലെ ഇറാനെ വീണ്ടും ശക്തമായിട്ട് ആക്രമിക്കും. ഇത്തവണ അത് അതിനേക്കാൾ കഠിനമായിരിക്കുമെന്ന് ട്രംപ് പറഞ്ഞു. ട്രംപിന്റെ പ്രസ്താവന പുറത്തു വന്നതിന് പിന്നാലെ ശക്തമായിട്ടുള്ള പ്രതികരണവുമായിട്ട് ഇറാൻ സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിബാഫ് രംഗത്തെത്തി. അമേരിക്കയുടെ ഇത്തരം ഭീഷണികൾ തങ്ങൾ ഗൗരവമായി എടുക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അവരുടെ ഭീഷണികൾ ഫലപ്രദമായിരുന്നുവെങ്കിൽ ഇന്ന് അവർ എത്തിപ്പെട്ടിരിക്കുന്ന ഈ നിരാശാജനകമായിട്ടുള്ള അവസ്ഥയിൽ അവർ എത്തുമായിരുന്നില്ല എന്ന് അവർ മനസ്സിലാക്കുന്നില്ലേ? അമേരിക്കൻ ഭീഷണികൾക്ക് ഞങ്ങൾ യാതൊരു പ്രാധാന്യവും നൽകുന്നില്ല. പ്രസ്താവനകൾ നടത്തുമ്പോൾ അവർ ജാഗ്രത പാലിക്കുന്നത് നന്നായിരിക്കുമെന്നും ഞങ്ങളുടെ സായുധ സേന തികച്ചും വ്യത്യസ്തമായ രീതിയിൽ മറുപടി നൽകാൻ പൂർണ്ണ സജ്ജമാണ് എന്നും അവർക്ക് എത്ര വേണമെങ്കിലും സംസാരിക്കാമെന്നും എന്നാൽ ഞങ്ങൾ പ്രവർത്തിച്ച് കാണിക്കുന്നവരാണ് എന്നാണ് ഖാലിബാഫ് പറഞ്ഞത്. അതേസമയം സ്വിറ്റ്സർലൻഡിലെ ചർച്ചകൾ അത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു പുതിയ അധ്യായത്തിന് തുടക്കം കുറിക്കുമെന്ന പ്രതീക്ഷയാണ് US പ്രസിഡന്റ് JD വാൻസ് പങ്കുവച്ചത്. പശ്ചിമേഷ്യയിലെ ബന്ധങ്ങൾ അത് ശാശ്വതമായി മാറ്റി എഴുതുവാനാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത് എന്നും വാൻസ് വ്യക്തമാക്കുന്നു. നമുക്ക് ഒന്നിച്ചു നിന്ന് ഇനി എത്രത്തോളം മുന്നേറാൻ കഴിയും, ഒരു പുതിയ തുടക്കം കുറിക്കാൻ നമുക്കാകുമോ, ഇതൊക്കെയാണ് പശ്ചിമേഷ്യയിൽ ബന്ധങ്ങളിൽ ശാശ്വതമായിട്ടുള്ള മാറ്റം കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കേണ്ടതല്ലേ, അങ്ങനെ സാധിക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ചോദിക്കുന്നു. അതോ പഴയതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമോ, പഴയ രീതി തുടരാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നും എന്നാൽ അങ്ങനെ സംഭവിക്കുവാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്നുകൂടി വാൻസ് പറയുകയാണ്. അപ്പൊ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായിട്ട് കഴിഞ്ഞ ആഴ്ച രണ്ട് രാജ്യങ്ങളും ഇറാനും അമേരിക്കയും ഒപ്പുവെച്ച പ്രാഥമിക കരാറിൽ അതിന്റെ തുടർച്ചയായിട്ടാണ് ഞായറാഴ്ചത്തെ ചർച്ചകൾ നടന്നത്. US പ്രതിനിധി സംഘത്തിൽ വാൻസിനൊപ്പം ട്രംപിന്റെ മരുമകൻ ജാരഡ് കുഷ്നറും പ്രത്യേക പ്രതിനിധിയായിട്ടുള്ള സ്റ്റീവ് വിറ്റ്കോഫും പങ്കെടുത്തിരുന്നു. ഇറാൻ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അർഗാച്ചിയും ചീഫ് നെഗോഷിയേറ്റർ മുഹമ്മദ് ബാഗർ ഖാലിബാഫുമാണ് ഇറാന്റെ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത്. പാകിസ്ഥാനും ഖത്തറുമാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഇപ്പോൾ മധ്യസ്ഥ വഹിക്കുന്നത് എന്ന് വേണം പറയാൻ. ഇപ്പോൾ ഇറാനുമായിട്ട് ധാരണയിലെത്താൻ സാധിച്ചില്ല എങ്കിൽ തന്ത്രപരമായിട്ടുള്ള ഹോർമോസ് കടലിടുക്കിന്റെ നിയന്ത്രണം അമേരിക്ക ഏറ്റെടുത്തേക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിയും വന്നിരുന്നു. സ്വിറ്റ്സർലൻഡിൽ ചർച്ച നടത്തുന്ന ഇറാനിയൻ പ്രതിനിധി സംഘത്തിന് നേരെയും ട്രംപ് കടുത്ത ഭീഷണിയാണ് മുഴക്കിയിരിക്കുന്നത്. ഫോക്സ് ന്യൂസുമായി നടത്തിയ 20 മിനിറ്റ് നീണ്ട ടെലിഫോൺ അഭിമുഖത്തിലാണ് ട്രംപ് ഇത്തരത്തിലുള്ള ഒരു നിർണായകമായിട്ടുള്ള ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. ആവശ്യമായി വന്നാൽ ഞങ്ങൾ ഹോർമോസ് കടലിടുക്ക് ഏറ്റെടുത്തേക്കുമെന്നും ഇറാൻ കരാറിന് തയ്യാറാകാത്ത പക്ഷം ആ വഴി കടന്നു പോകുന്ന കപ്പലുകളിൽ നിന്ന് അമേരിക്ക ടോൾ പിരിക്കുമെന്നും ട്രംപ് പറയുന്നു. ലബനനിലെ വെടിനിർത്തൽ കരാർ ഇസ്രായേൽ ലംഘിച്ചുവെന്നും യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള പ്രാഥമിക കരാറിലെ ആദ്യ വ്യവസ്ഥ നടപ്പാക്കുന്നതിൽ അമേരിക്ക പരാജയപ്പെട്ടുമെന്നും ആരംഭിച്ചുകൊണ്ട് ഹോർമോസ് കടലിടുക്ക് അടച്ചുപൂട്ടുമെന്ന് ഇറാന്റെ സൈനിക നേതൃത്വം വ്യക്തമാക്കി കഴിഞ്ഞു. അപ്പോൾ ഇറാൻ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇതിന് പിന്നാലെയാണ് ട്രംപിന്റെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. കടലിടുക്ക് അടച്ചുപൂട്ടിയാൽ പിന്നെ ഇറാൻ എന്നൊരു രാജ്യം തന്നെ ഉണ്ടാകില്ല എന്നും ചർച്ചയ്ക്ക് വന്ന പ്രതിനിധികൾക്ക് സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചു പോകാൻ പോലും കഴിയില്ല എന്നും ഇറാൻ അധികൃതരോട് വ്യക്തമാക്കിയിരിക്കുന്നു. ഒപ്പം തന്നെ ഹോർമോസ് കടലിടുക്കിന്റെ കാവൽക്കാരായി അമേരിക്ക മാറുമെന്നും അതിലൂടെ കടന്നു പോകുന്ന എണ്ണയുടെ 20% US കൈപ്പറ്റുമെന്നും അദ്ദേഹം പറയുന്നു. അപ്പൊ ഇതിനു പുറമെ ലെബനനിലെ ഇറാന്റെ നിഴൽ സംഘടനകൾക്കെതിരെയും ട്രംപ് ശക്തമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞിരിക്കുന്നു. ലെബനനിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിൽ നിന്ന് തങ്ങൾ ഏറ്റവും വലിയ തുക നൽകി പിന്തിരിപ്പിക്കണമെന്ന് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായിട്ടുള്ള ട്രൂത്ത് സോഷ്യൽ കുറിച്ചു വെച്ചിരുന്നു. ഇതിന് തയ്യാറായില്ല എങ്കിൽ കഴിഞ്ഞ ആഴ്ച നടന്നതിനേക്കാൾ അതിശക്തമായിട്ടുള്ള പ്രത്യാക്രമണം ഇറാന് നേരെ ഉണ്ടാകുമെന്നാണ് ട്രംപ് പറഞ്ഞു വെക്കുന്നത്. അപ്പൊ ഇറാൻ എന്ന രാജ്യത്തെ കത്തിയിരിക്കുവാൻ, അഗ്നിക്കിരയാക്കുവാൻ, അഗ്നിഗോളമാക്കുവാൻ തയ്യാറെടുക്കുകയാണ് അമേരിക്ക എന്നുള്ളതാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം ഒരിക്കലും തീരാതെ മുന്നോട്ട് പോകുന്നത് തന്നെ അത് ഒരിക്കലും ആശാസ്യമായ കാര്യവുമല്ല. 60 ദിവസങ്ങൾക്ക് ശേഷം ഈ സമാധാന കരാറിൽ, ഇപ്പോഴത്തെ സമാധാന കരാറിൽ നിന്നും ഒരു അന്തിമ കരാറിലേക്ക് എത്തേണ്ടതുണ്ട്. അതിന് സാധിക്കുമോ എന്നാണ് അറിയേണ്ടത്. അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞതുപോലെ ഇറാൻ എന്ന രാജ്യത്തെ കത്തി അമർത്തുവാൻ അമേരിക്കയ്ക്ക് കഴിയും. അമേരിക്ക ഒരു നിമിഷം കൊണ്ട് ആണവ പ്രയോഗത്തിലൂടെ ആയിരിക്കും ചിലപ്പോൾ അത് സാധിക്കുക എന്നുള്ള കാര്യത്തിലും നമുക്ക് അതിശയിക്കേണ്ടതില്ല.